ഈ ഗവൺമെന്റ് 5 വർഷമല്ല അടുത്തൊരു 15 വർഷം ഭരിക്കാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പാലക്കടക്കോളം നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കുരായണ എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം പൊതുവെ കോൺഗ്രസുകാർക്ക് ഉണ്ട്. പ്രതീക്ഷയ്ക്കൊത്ത് UDF സർക്കാർ വളർന്നോ എന്ന് ചോദിച്ചാൽ വളർന്നിട്ടില്ല എന്നുള്ള ഒരു ഖേദകരമായ സത്യമാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പവർ കട്ട് ഉണ്ടായി എന്നുള്ളത് ഒരു കാരണമല്ല. അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നമ്മൾ നേരത്തെ ഉണ്ടായ സർക്കാർ വരുത്തിവെച്ച കാര്യങ്ങളും ഒക്കെ ചിന്തിക്കണമല്ലോ. BJPയുടെ നേതൃത്വം തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ അത് സ്റ്റേറ്റ് കാറിൽ വിസിറ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസുകാരുടെ നെഞ്ചത്തോടെ കയറി ഇറങ്ങുന്ന ഒരു ഫീലാണല്ലോ. ശബരിമല കേസിനെ വാദിക്ക് വേണ്ടി വാദിച്ച വക്കീലിനെ നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ബോധപൂർവം ചെയ്ത അറിയാതെ ചെയ്തതൊന്നുമല്ല. SFIയുടെ ഒരു നേതൃസ്ഥാനത്തുണ്ടായിരുന്ന തിരുവനന്തപുരം ലോ കോളേജിലെ SFIയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ഒരു യുവ നേതാവായിരുന്നു എന്നുള്ളത് ഡീനിന് എന്താ ബോധമില്ലായിരുന്നു? ഡീന് സ്വയം വോട്ട് നേടി ജയിച്ചതാണോ? കോൺഗ്രസുകാരുടെ ഭരിക്കാൻ കഴിവില്ലാത്ത മന്ത്രിമാരാണൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ വകുപ്പ് ഒരിക്കലും ഭരിക്കാൻ പറ്റിയല്ല. വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്നത് പോലെ മൈക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മൈക്ക് എടുത്ത് അങ്ങ് പറയുക, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടുക. അതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ തന്റെ പപ്പയും മമ്മിയും ഇങ്ങോട്ട് വരും. അവരുടെ പ്രശ്നങ്ങള് ഇവരെ ഏൽപ്പിച്ചാൽ മതി. സാംസി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, അസിസ്റ്റൻസ്, മാനേജ്മെന്റ്, കെയർ. ഇപ്പോൾ നാട്ടിലുള്ള സ്ഥലത്തിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കരുതുക, ഇവർ ക്ലിയർ ചെയ്ത് തരും. ബിസിനസ് തുടങ്ങണോ, കൃഷി ഇറക്കണോ, വീടും സ്ഥലവും വൃത്തിയാക്കണോ, ഇനി അതല്ല പുതിയൊരു വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കണോ, ഇനി ഉള്ള വീട് സ്ഥലവും വിറ്റ് പുതിയത് വാങ്ങിക്കണം, ഇങ്ങനെയുള്ള ഒരു പ്രവാസിയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ് സാംസി. സാംസി 360.comന്റെ സേവനങ്ങൾക്ക് പരിധിയില്ല. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും വാടകയ്ക്ക് നൽകുവാനും സാംസിക്ക് കഴിയും. നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുടെ 24/7 കസ്റ്റമർ കെയർ സർവീസിൽ വിളിക്കുക. സാംസി 360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ. നമസ്കാരം. വാക്കി ടോക്കിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ പുതിയ UDF മന്ത്രിസഭ വന്നു, പുതിയ ഗവൺമെന്റ് വന്നു, പുതു നവയുഗം പിറന്നു, പുതിയ പരിപാടികളൊക്കെ വന്നു. എന്നാൽ തന്നെയും ആൾക്കാർക്ക് അലോസരമുണ്ടാക്കുന്ന അഭിപ്രായങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം പവർ കട്ടാണ്. പവർ കട്ട് ഇത്രയും നാൾ പവർ കട്ടില്ലായിരുന്നു. പിണറായി വീണത് തന്നെ ഒരു പവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ആദ്യം തൊട്ട് പിണറായിക്ക് ആദ്യമായി തന്നെ ചാർത്തി കിട്ടുന്ന ഒരു ലാവലിൻ കേസ് തൊട്ട് അങ്ങോട്ട് വന്നിട്ട് ഇടതുപക്ഷ ഭരണകാലത്ത് യാതൊരുവിധ പവർ കട്ടും ഇല്ലായിരുന്നു. UDF വന്നു, പവർ കട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്കാർക്ക് അഭിപ്രായം പറയാൻ പറ്റുന്ന ഒന്നാം തരം നല്ല ചൂട് കാലത്ത് ആണ് പവർ സപ്ലൈ അത് കട്ട് ചെയ്യുന്ന, അതിന് ആ ഒരു പരിഹാരം കണ്ടെത്താൻ സഭയ്ക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു വിഷയം തന്നെയാണ്. അതുപോലെയാണ് ഈ ഗവൺമെന്റ് പ്ലീഡർ, അതായത് ഭരണം കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ ആ തസ്തികളിലേക്ക് ഇപ്പോൾ ഇടതുപക്ഷമൊക്കെ കാണിക്കുന്ന പോലെ കുത്തിത്തിരികയും അനർഹരായിട്ടുള്ളവരെയും സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ഒക്കെ തിരികെ കയറ്റുന്ന ഒരു സ്വഭാവമുള്ളിടത്ത് കോൺഗ്രസ്സുകാർ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഭരണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാലം കടക്കോളം നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കുരായണ എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം പൊതുവെ കോൺഗ്രസ്സുകാർക്ക് ഉണ്ട്. കാരണം പിന്നെ അന്നേരം വന്നു കഴിയുമ്പോൾ സ്വന്തക്കാരായി, ബന്ധുക്കാരായി, ഇവൻ LDFിലുള്ള ആൾക്കാരായി, എല്ലാ സമവായത്തിന്റെ, പിന്നെ എല്ലാവരും നേതൃത്വ ഗുണത്തിന്റെ പരമോന്നത കോടിയിൽ നിന്നുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അവര് എല്ലാവരെയും സമഭാവനയോടുകൂടി കാണാനും അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരെ മറക്കുന്ന ഒരു സ്വഭാവം പൊതുവെ കോൺഗ്രസ്സുകാർക്കുണ്ട്. എന്താണ് ജോർജ് സാറിന്റെ ഒരു അഭിപ്രായം? മെയ് 24 അധികാരമേറ്റ UDF സതീശൻ സർക്കാർ ഇന്ന് 57 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ സർക്കാരിന് ഇപ്പോൾ 5 ലക്ഷം കോടി ഇവിടെ ബാധ്യതയാണ് ഈ സർക്കാരിന് ഉള്ളത്. അതുകൊണ്ട് വളരെ വലിയൊരു മാനിഫെസ്റ്റോ UDF തയ്യാറാക്കിയിരുന്നു. ഈ 57 ദിവസം കൊണ്ട് അതിൻ്റെ 1% പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ. എന്നിരുന്നാൽ തന്നെയും അവരുടെ ഒരു പ്രധാനമായും സ്ത്രീകൾക്ക് KSRTCയിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ സർവീസ് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു തീരുമാനം ഉണ്ടായത്. അതല്ലാതെ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ സംഭാവനകൾ എടുത്ത് പറയത്തക്കതായിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. കാരണം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നത്. ജനങ്ങളുടെ 60% ഉള്ള ജനങ്ങളുടെ ഒരു പ്രതീക്ഷ ഈ സർക്കാരിനുണ്ടായിരുന്നു. അതിൽ 1-2 ആദ്യമേ നമ്മൾ ബന്ധു നിയമനങ്ങൾ
ജസ്മോൻ പറഞ്ഞതിൻ്റെ കൂട്ട് ബന്ധ നിയമനങ്ങൾ സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് താൽക്കാലികമായി പരിഹരിച്ചിരിക്കുന്നത് പറയാം. എന്നിരുന്നാലും ഇനിയും പല പ്രശ്നങ്ങളും പ്ലീഡർ നിയമനത്തിലൂടെ KSU യൂത്ത് വിഭാഗങ്ങളെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രകടനം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് KSU ലീഡർ അലോഷ്യസ് മുഖ്യമന്ത്രിയെ കാണുകയുണ്ടായി. അതിൽ കാര്യമായ പ്രതികരണം പ്രതീക്ഷിക്കുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞ പോലെ 5 ലക്ഷം കോടിയുടെ ബാധ്യതയുള്ള ഒരു സർക്കാർ ഇതിന് എങ്ങനെ ഈ ഡെഫിസിറ്റ് നികത്തിക്കൊണ്ട് പോകാം എന്നതിനെപ്പറ്റി കാര്യമായ ചർച്ചകൾ ആവശ്യമാണ്. സതീശൻ സർക്കാർ വളരെയധികം ദീർഘവീക്ഷണമുള്ള ഒരു കാര്യപ്രാപ്തിയുള്ള ഒരു നേതാവായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ നാം കാണുന്നത്. അതുകൊണ്ട് അത് കാലക്രമത്തിൽ എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്നിരുന്നാൽ തന്നെയും 57 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് കുറഞ്ഞ പക്ഷം പ്രതീക്ഷയിൽ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പറഞ്ഞ കാര്യങ്ങൾക്കിടെ ഒരു 5% നമ്മൾ ഈ സമയം കൊണ്ട് ചെയ്യേണ്ടതായിരുന്നു. അതൊരു പരാജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. 57 ദിവസം എന്ന് പറയുന്ന ഒരു മാസം, ഏകദേശം 2 മാസം ആയി. ആയതിനാൽ പ്രതീക്ഷയ്ക്കൊത്ത് UDF സർക്കാർ വളർന്നോ എന്ന് ചോദിച്ചാൽ വളർന്നിട്ടില്ല എന്നുള്ളൊരു ഖേദകരമായ സത്യമാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഈ സാറ് പറഞ്ഞ പോലെ ഇപ്പം CM-ന്റെ നേതൃത്വത്തിലുള്ള VD സതീശൻ എന്നുള്ള ഒരു നേതാവിന്റെ ഒരു കഴിവും പ്രാപ്തിയും, പ്രത്യേകിച്ച് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഒക്കെ എടുത്തു പറയാതിരിക്കാൻ വയ്യ. കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് പഠിച്ചവതരിപ്പിക്കുന്നതിലൊക്കെ അദ്ദേഹത്തിനുള്ള കഴിവ് വളരെ പ്രസിദ്ധമാണ്. അത് ഈ ഓരോ പ്രശ്നങ്ങളെയും അദ്ദേഹം സമീപിക്കുന്ന ഒരു കാര്യം. കാരണം കേരളത്തിൽ പൊതുവെ എന്താ പറയണ ഈ വരുന്ന പുരോഗമന സംവിധാനങ്ങളോടൊക്കെ എതിർത്ത് നിൽക്കുന്ന ഒരു ഇടതുപക്ഷ ചായ്വുള്ള പത്രപ്രവർത്തകർ എപ്പോഴും ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഒരു വികസനത്തെയൊക്കെ അങ്ങനെ കാണാനായിട്ടുള്ള ഒരു മനസ്ഥിതിയുള്ള ഒരു സമൂഹമല്ല അവിടെ ഉള്ളത്. നമ്മൾ പറയല്ലോ, ഈ ക്ഷീരമുള്ള ഒരു അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഒരു സർക്കാരിനെ കുറ്റം പറയാനൊന്നും പറ്റിയല്ല. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ആ നേതൃത്വ ശേഷിയിൽ തന്നെ കുറച്ചൊരു നയചാതുര്യം കൂടി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ പല കാര്യങ്ങളിലും ആ ഒരു അഭാവം കാണുന്നുണ്ട്. പറ്റീഷ ഇപ്പം നാടുമൊക്കെയായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതാണ്. നമ്മൾ അമേരിക്കയിൽ ഇരുന്ന് കാണുന്ന കാഴ്ചപ്പാട് ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത്. അപ്പൊ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾക്ക് കേൾക്കാം. ആൾക്കാർ പൊതുവെ ജനങ്ങള് വൈകാരികമായിട്ട് പ്രതികരിക്കും. കാരണം അവർക്ക് ഈ താല്പര്യവും താല്പര്യക്കേടും ഒക്കെ ഉണ്ടാകാൻ പൊതുസമൂഹം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും. അതിനൊരു സമയമായിട്ടില്ലെങ്കിലും പറ്റീഷ കിട്ടിയ ഫീഡ്ബാക്കുകൾ എങ്ങനെയാണ് പൊതുവെ? സർക്കാർ ഇപ്പൊ UDF സർക്കാർ നിലവിൽ വന്നിട്ട് ഇപ്പൊ ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. എന്തുമാത്രം കടക്കണിയിലായിട്ടാണ് സർക്കാരിനെ UDF-ന്റെ നേതൃത്വം ഏറ്റെടുത്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യാഥാർത്ഥ്യമാണ് ജിൻസ്മോൻ സക്രിയ പറഞ്ഞ പോലെ, അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഒരു സർക്കാരിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾക്ക് കുറെ അധികം പ്രതീക്ഷകൾ ഉണ്ടാവും. ആ പ്രതീക്ഷകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യതിചലിക്കുമ്പോഴേക്കും നമുക്ക് ഉണ്ടാകുന്ന വിഷമവും അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു സർക്കാരിനോടുള്ള ഒരു എതിർപ്പുമൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരു സർക്കാർ ഇത്രയും അധികം ബാധ്യതകളോടുകൂടെ വളരെ ചെറിയൊരു കാലയളവിൽ അവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതും കൂടെ ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ സർക്കാർ വന്നത് കൊണ്ട് മാത്രം ഇലക്ട്രിസിറ്റിക്ക് പവർ കട്ട് ഉണ്ടായി എന്നുള്ളത് ഒരു കാരണമല്ല. അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നമ്മൾ നേരത്തെ ഉണ്ടായ സർക്കാർ വരുത്തി വെച്ച കാര്യങ്ങളും ഒക്കെ ചിന്തിക്കണമല്ലോ. നമ്മളിപ്പോ ഒരു ദിവസം കൊണ്ടല്ല പറ്റിച്ചു, ഇപ്പൊ 5 വർഷത്തെ ഒരു ടേമില് ഒരിക്കലും ഒരു പവർ കട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു അതിനുള്ള കാരണം നമ്മൾ കണ്ടെത്തണമല്ലോ. എന്തുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഉണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തണമല്ലോ. ജിൻസുമൻ പറയുന്നത് ആ സർക്കാർ ചെയ്തതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ധനകാര്യ വകുപ്പിൽ അതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വീണ്ടും കടക്കണിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ജിൻസുമൻ പറയുന്നത്. വളരെ ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാമെന്നുള്ളൂ. വളരെ ഇതിനെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയല്ല. കാരണം അത് ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ
ചെയ്യാനുള്ള സമയം കൊടുക്കുക. അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മോണിറ്റർ ചെയ്യേണ്ടത്, ഏതൊരു വ്യക്തി മോണിറ്റർ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ ഇതിനിടയിൽ നമ്മളുടെ കോൺഗ്രസിന്റെ തന്നെ ആൾക്കാര് ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ ഊതി വീർപ്പിക്കുമ്പോൾ, പ്രതിപക്ഷം പോലെ പെരുമാറുമ്പോൾ ഈ സർക്കാരിന് അത് ബാധിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ ഗവൺമെന്റ് പ്ലീഡറുടെ കാര്യം എടുത്താൽ പോലും ആ ഒരു സംഭവം അവർക്കുള്ളിൽ തന്നെ തീർക്കാമായിരുന്ന വിഷയം വെളിയിലേക്ക് കൊണ്ടുവരികയും ഇത്രയധികം അത് മോശമായ രീതിയിലേക്ക് അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ SFIയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒരു പിന്നെ അഡ്വക്കേറ്റിന് അല്ലെങ്കിൽ ഒരു അറ്റോർണിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു പദവി കൊടുക്കാനായിട്ടൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഈ കോൺഗ്രസിന് വേണ്ടി ഇത്രയും കാലം ഈ 10 വർഷത്തോളം അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഒരുപാട് ലോയേഴ്സ് ഉണ്ട്. നാഷണൽ കോൺഗ്രസിന്റെ തന്നെ നേതാക്കളായിട്ടുള്ള ലോയേഴ്സ് ഉണ്ട്. അവരെ പരിഗണിക്കാതെ ഈ ലിസ്റ്റിലേക്ക് ഒരു SFIയുടെ നേതാവ് കടന്നു കയറി വരിക, അതും ഒരു യുവ നേതാവായിട്ടുള്ള ഒരു MP-യുടെ റെക്കമെൻഡേഷനിൽ കടന്നു കയറി വരിക എന്നൊക്കെ പറയുന്നത് അത് ജനങ്ങളെയും ഈ കോൺഗ്രസിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരെയും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കാതിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അതൊരു ചൂണ്ടയായിട്ട് ഇട്ടുകൊടുത്തുകൊണ്ട് നമ്മളുടെ ഗവൺമെന്റിന് അതൊരു ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെ മാത്രം എന്താ പറയാ എടുത്തു കാണിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനോടാണ് എനിക്ക് എതിർപ്പുള്ളത്. ഞാൻ അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അതെ, നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ UDF LDF അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ആശയത്തോട് വളരെ ബന്ധപ്പെട്ട് വളരെ ആശയത്തോട് കൂറ് കാണിച്ച് അതിനുവേണ്ടി വളരെ സ്വാത്വികമായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. ഇന്ന് പണ്ടത്തെ പോലെ അത്രയും ആൾക്കാരെ ഒട്ട് കിട്ടാനുമില്ല. അതിനിടയ്ക്കാണ് ഈ കോൺഗ്രസിന് വേണ്ടി വളരെ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാർ. പക്ഷേ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ സെക്രട്ടറി തൊട്ട് ശമ്പളം മേടിച്ച് ആ പാർട്ടിക്ക് വേണ്ടി പണിയുന്നവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അവരെല്ലാം അവർ ഭരണം കിട്ടി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ ഒരു പുലബന്ധമുള്ള ഒരാൾക്കാരെയും അവർ 5 ഇതിലൊക്കെ തടിപ്പിക്കുകയില്ല. അനർഹമായിട്ട്, അതായത് കഴിവും പ്രാപ്തിയൊന്നും നോക്കാതെ തന്നെ ആ രീതിയിൽ പ്രവർത്തിക്കുന്നിടത്തേക്കാണ് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പത്ര സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയാണ്, അതായത് നമ്മുടെ ലോ അക്കാഡമിയിലെ KSUവിന്റെ യൂണിറ്റ് പറയുന്നത് പോലെ എനിക്ക് ഭരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയാം. അതൊക്കെ ഒരു വളരെ ധാർഷ്ട്യം എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ധാർഷ്ട്യത്തിനെ കവർച്ചു വെച്ചുകൊണ്ടാണല്ലോ ജനങ്ങളെ ഈ ഒരു അധികാരം മാറ്റിയത്. അതായത് KSU എന്ന് പറഞ്ഞാൽ ഈ KSUക്കാരുടെ എല്ലാ യൂത്ത് കോൺഗ്രസുകാരുടെയും കുറച്ച് പ്രവർത്തനം, അത് മാത്രമേ ഉള്ളൂ. വലിയ പ്രവർത്തനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടിയും പണ്ടത്തെ KSUവിനെയൊക്കെ അപേക്ഷിച്ച് ഈ ഒരു 3-4 വർഷമായിട്ട് ഇപ്പോഴത്തെ KSU പ്രസിഡന്റ് കീഴിൽ പല യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ KSU പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെയും കൂടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണല്ലോ ഇവര് വരുന്നത്. അപ്പം ഇവരെ അംഗീകരിച്ചില്ലെങ്കിലും അപമാനിക്കുന്നതിന് തുല്യമാണല്ലോ. അതാണ് ഒത്തിരി KSUക്കാർക്കും ഇപ്പൊ KSU ആയിരുന്നിട്ടുള്ള പല ആൾക്കാരോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ വളരെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ധാർഷ്ട്യം എന്ന് പറയുന്നത് കോൺഗ്രസ് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു നേതാവിനെ ഒത്തും ചേർന്നതല്ല. അതുപോലെ തന്നെ ഈ ഭരണത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഇപ്പം ആഭ്യന്തരമന്ത്രി, അതായത് BJPയുടെ നേതൃത്വം തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ അത് സ്റ്റേറ്റ് കാറിൽ വിസിറ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരുടെ നെഞ്ചത്തോടെ കയറി ഇറങ്ങുന്ന ഒരു ഫീലാണല്ലോ. അത് കോൺഗ്രസ്സുകാർക്ക് ഈ പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന മെസ്സേജ് വളരെ മോശമാണ്. ഒരു തുടക്കത്തിൽ ഒരു മന്ത്രിസഭയിൽ ഒരു ഭരണത്തിൽ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത 1-2 കാര്യങ്ങളാണ്. അതുപോലെ ഈ KSUക്കാരെ അല്ലെ, ഇപ്പൊ ഞാൻ പറയാം, ഒരു യൂണിറ്റ് കമ്മിറ്റി ആണെങ്കിലും ആ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ടാണല്ലോ ഈ ഭരണം കിട്ടിയത്. അപ്പൊ അവരെ അംഗീകരിച്ചില്ലെങ്കിലും അപമാനിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് അഭിപ്രായം. ഇതാണ് പൊതുവായിട്ട്. അപ്പൊ അതിനൊരു ഇതുണ്ട്. അങ്ങനെ ആ രീതിയിലല്ലാതെ കോൺഗ്രസ്സുകാർക്ക് അർഹിക്കുന്ന അംഗീകാരം, അപ്പൊ ലോയേഴ്സ് കോൺഗ്രസ് ആയിക്കോട്ടെ, KSU ആയിക്കോട്ടെ, യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, മഹിളാ കോൺഗ്രസ് ആയിക്കോട്ടെ, മറ്റുള്ള പോഷക സംഘടനകളിൽ INTUCക്കകത്തുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് പ്രയോറിറ്റി കൊടുക്കാതെ ഒരിക്കലും ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പണ്ടത്തെ കാലത്തെ പോലെ പണ്ടൊക്കെ ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഇങ്ങനെയാണ് പായി എന്ന് പറയാറുണ്ടെങ്കിലും ആ രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റിയല്ല. ഇനി പാർട്ടിക്ക് വേണ്ടി ഈ വിരലിടാവുന്ന ആൾക്കാർ മാത്രമാണ് പ്രവർത്തിക്കാനുള്ളത്. എന്താണത്? ജോർജ് സാർ ഇപ്പം പറഞ്ഞു വന്ന ചില കാര്യങ്ങളിലും ഈ ഭരണത്തിന്റെ ഒരു 57 ദിവസം കൊണ്ട് നമുക്ക് ഒന്നും പറയാറായിട്ടില്ല. ഈ തുടക്കത്തിൽ തന്നെ ചില കല്ലുകടികൾ ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് തീർച്ചയായും ഞാൻ പെട്രീഷ്യ മാഡം പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുകയാണ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് ഉൾപാർട്ടി ജനാധിപത്യം വളർത്തുന്ന ഒരു പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് നമുക്കത് താരതമ്യം. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഓപ്പണായിട്ട് ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അതാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത്. പിന്നെ ചില കാര്യങ്ങൾ ഉൾപാർട്ടിയിൽ പാർലമെന്ററി കാര്യങ്ങൾ അവർക്ക് പാർലമെന്ററി ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് അതിനപ്പുറമായി പോയി. കാരണം
ഇവിടെ സംഭവിച്ച ആദ്യത്തെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിമല കേസിനെ വാദിക്ക് വേണ്ടി വാദിച്ച വക്കീലിനെ നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ബോധപൂർവം ചെയ്ത, അറിയാതെ ചെയ്തതൊന്നുമല്ല, അതൊക്കെ ബോധപൂർവം ചെയ്ത തെറ്റുകളാണ്. അത്തരം തെറ്റുകൾ ഒരു തരത്തിലും അനുവദനീയമല്ല. അത് ഒന്ന് കാണിച്ചു. രണ്ടാമത് വൈദ്യുത മന്ത്രിയുടെ ബന്ധു നിയമനങ്ങൾ അതുണ്ട്. രണ്ടാമത് ഇത് മൂന്നാമത് ഇപ്പം പ്ലീഡർ. അതങ്ങനെ 3 കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തൂഫാൻ എന്ന് പറഞ്ഞ ആ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നു. അതൊരു വലിയ കൊള്ളകം സൃഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയാം. പക്ഷേ അത് നമ്മൾ അതിനെപ്പറ്റി നേരത്തെ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഇവിടെ നമ്മൾ പ്രധാനമായും കൊടുത്ത പ്രോമിസുകൾ എന്ന് പറഞ്ഞാൽ മിഷൻ സമുദ്ര എന്ന് പറഞ്ഞാൽ, അല്ലേ, അതായത് കേരളത്തിൻ്റെ ജല ഉത്ഭവങ്ങളെ അതിനെയും സമുദ്രത്തെയും ചേർപ്പിച്ചിട്ടുള്ള മെറിറ്റൈം പ്രോജക്റ്റ്, ലോജിസ്റ്റിക്സ് ഫോക്കസും എല്ലാം ചെയ്യാനുള്ള ഒരു വലിയ പദ്ധതിയായിട്ടാണ്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പം അദാനി ഗ്രൂപ്പുമായിട്ടുള്ള അവരുടെ സെയിലും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിരിക്കും. എങ്ങനെയും ഈ 5 ലക്ഷം കോടി രൂപയുടെ ബാധ്യത ഏതെങ്കിലും തരത്തിൽ ഒരു ഡെഫിസിറ്റ് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു സർപ്ലസ് ആയിട്ട് അതിൽ ഒരു ഈക്വലൈസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇത് ഇത്തരം വൻപൻ പ്രൊജക്റ്റുകൾ വന്നെങ്കിലേ നമുക്ക് കാണുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 3000 രൂപയായിട്ട് ഇവിടുത്തെ സോഷ്യൽ വെൽഫെയർ പെൻഷൻ കൂട്ടിയിട്ടുണ്ട്. 3000 രൂപ. പിന്നെ അതിൻ്റെ കൂടെ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സ്കീം നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം വലിയ വലിയ ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് അതൊരു വലിയ ബാധ്യതയായിട്ട് നമുക്ക് മാറുമോ എന്നറിയാനാണ്. പിന്നെ നമുക്ക് പറയേണ്ടത് KSRTC ഫ്രീ സ്ത്രീകൾക്ക് കൊടുക്കുന്ന, അതുപോലെ തന്നെ 1000 രൂപ കോളേജിൽ പോകുന്ന എല്ലാവർക്കും ഉണ്ട്, അല്ലേ, സ്റ്റുഡൻസിനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ പിന്നെ അത്തരത്തിലുള്ള പിന്നെ 10,000 ജോലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 10,000 പുതിയ സംരംഭം സ്ഥാപിക്കുമെന്നാണ്. 10,000 മൈക്രോ റവന്യൂ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, MSME, ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങളുണ്ട്. ഇതെന്താണ്? പക്ഷേ ഇതിപ്പം 57 ദിവസം കൊണ്ട് 0.2% ആണ്. ഞാനൊരു ഇത് ജിൻസൺ പറഞ്ഞപ്പോൾ ഞാനതൊരു ഡേറ്റ കളക്ട് ചെയ്തപ്പം 0.2% ആണ് ഇപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉൾപാർട്ടി ജനാധിപത്യം നമ്മൾ ഉള്ളത് കൊണ്ട് അത് ചർച്ച ചെയ്യുന്നത് ദോഷമില്ല. കൂടുതലാകുന്നുണ്ട്. BM സുധീരൻ ഇപ്പോൾ അല്പം കുറച്ചിട്ടുണ്ട്. പക്ഷേ ജിൻഡോ ജോൺ ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അത് എപ്പോഴും നല്ലതാണ്. ആരെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ സതീശന്റെ ആ ഒരു നിലപാടിനോട് നമുക്ക് യോജിക്കാൻ പറ്റാതില്ല. അതുകൊണ്ടാണല്ലോ പിണറായി വിജയന് തിരുവായ്ക്ക് എതിർവായി ഇല്ലാതെ പൊക്കൊണ്ടിരുന്ന ഒരു ഏകാധിപത്യ ശൈലിയിൽ നിന്ന് ഒരു ജനാധിപത്യ ശൈലിയിലേക്ക് ഒരു മാറ്റം വരുമ്പോൾ ജിൻഡോ ജോണിനെ പോലെയുള്ള കുറച്ച് അല്ലെങ്കിൽ അലോഷ്യസിനെ പോലെ, KSUവിന്റെ പ്രസിഡന്റിനെ പോലെ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുകളൊക്കെ തിരുത്തൽ ശക്തിയായിട്ട് അവര് യുവാക്കൾ ഇതിനെതിരെ പ്രതികരിക്കണം. അതായത് ഒരു ഏകാധിപത്യ ശൈലിയിൽ പോകുന്നതിനെ കുറിച്ച് യാതൊരു വിധത്തിലും നമുക്ക് പറയാൻ പറ്റില്ല. ജനാധിപത്യം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. പിന്നെ ഈ സോഷ്യൽ വെൽഫെയർ സ്കീം ഇപ്പൊ പ്രഖ്യാപിച്ചതിൽ നിന്ന് അത് വലിയ ബാധ്യതയായി തീരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള, ഇപ്പൊ കർഷക തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അത് കർഷകരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ചെയ്യണം. കാരണം നമ്മുടെ നാട്ടിലെ യൂണിയൻ സിസ്റ്റം, അതായത് ഈ ഇടതുപക്ഷം, അതായത് ഒരു വെൽഫെയർ സ്കീമുകൾ മാത്രം കൊടുത്തുകൊണ്ട്, അതായത് നമുക്ക് പുരോഗമനമായ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഇൻഡസ്ട്രികളോ ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റാം. നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നടപടികൾ എടുക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഈ ഒരു സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തേക്കണേ. അപ്പൊ ഇതൊന്നും ഒരു വലിയ ബാധ്യതയില്ല. പക്ഷെ നമ്മുടെ അവിടെ ഒരു വലിയ അന്തരം നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പം ഈ അഴിമതി ഇപ്പൊ ഈ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ധൈര്യത്തോടു കൂടി ഇപ്പം ഈ സ്വപ്ന സുരേഷിന്റെ കാരണം സ്വപ്നയ്ക്കൊക്കെ പറയാനായിട്ട്, സ്വപ്നയെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. കാരണം പ്രവാസികളായിട്ടുള്ള നമുക്ക് പറയാം, സ്വപ്ന പറയുന്നതിൻ്റെ അകത്ത് ചെറിയ ഒരു സത്യസന്ധമായിട്ടൊരു ഇടമുണ്ട്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, അല്ല ചുമ്മാ ഒരു ഈ മസാല കഥകൾ പറയുന്ന പോലെ അവരുടെ അനുഭവത്തിൽ നിന്ന് പറയണം. വിദേശത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആൾക്കാർ പൊതുവെ അവർ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ, കാരണം അവരുടെ ആ ഒരു ശൈലി അങ്ങനെ തന്നെയായിരിക്കും. അല്ലാതെ അതിനു മുമ്പ് ഇവര് നമ്മളൊരു വ്യഭിചാര കഥകളിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ഒരു കഥകളല്ല. എത്രമാത്രം സത്യസന്ധതയോടെ അവരെ പറയണം. അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഈ അഴിമതിക്ക് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ദൂർത്തടിച്ച് കളയുന്ന പണം മാത്രം മതി വെൽഫെയർ സ്കീമുകൾ കൊടുക്കാനായിട്ട്. അതൊരു വലിയൊരു എക്സ്പെൻസ് ആയിട്ട് ഈ സർക്കാരിന് വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ആൾക്കാർക്ക് UDFന്റെ ഭരണം വരുമ്പോൾ
അപ്പം ഈ KSUവിന്റെ മാത്രം വിഷയമല്ല, അതിനല്ലാതെ തന്നെയും പല വിഷയങ്ങളും തുടക്കത്തിൽ തന്നെ ഈ സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. കാരണം ഈ ആലപ്പുഴ, കാരണം അതൊക്കെ അതിന് ആ ഒരു കേസ് കോടതിയിൽ തോക്കുക എന്ന് പറഞ്ഞാൽ അത് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നിയമവകുപ്പിന്റെ അല്ലെങ്കിൽ ആ ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയമാണ്. അത് ഏത് കോടതിയിൽ ആ കേസ് കൊണ്ടുവരണം, പാർട്ടിയായിട്ട് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ മോളാണ് ജഡ്ജിയായിട്ട് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയോട് താല്പര്യമുള്ള ഒരു ജഡ്ജിയാണ്, അല്ലെ അവരങ്ങനെയുള്ള വിധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർക്ക് അറിയാമെങ്കിൽ അതിൽ നിന്നൊക്കെ പരിഹാരം കാണണ്ടേ. അല്ലാതെ ചുമ്മാ കൊണ്ട് ഒരു കേസുമായിട്ട് വളരെ അതുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന IG-നെ എന്തെങ്കിലും നടപടി എടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? അതായത് ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഒരു എന്നാ പറയുക സമവായത്തിന്റെ മേഖല ഈ കോൺഗ്രസ്സുകാർക്ക് എപ്പോഴും അങ്ങനെ ഒരു ആശങ്കത ഉള്ളതാണ്. അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടിയായി തീർന്നത്. പട്ടീഷ എന്താണ് ഇപ്പൊ പറയാൻ വന്നത്? അല്ല, ഞാനത് പറയാമെന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോ അവരുടെ അറിവില്ലായ്മയെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോ ഈ പറഞ്ഞതുപോലെ ഒരു സമവായത്തിൽ പോകാൻ, വെറുതെ ആരുമായിട്ടും തല്ലുപിടിക്കാതെ പോകാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സതീശൻ സർക്കാർ എത്തിയതായിരിക്കാം. കാരണം ഈ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് ഭയങ്കര, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു വിട്ടുപോകാത്ത ഒരു പ്രേതം തന്നെയാണ്. അത് ഈ താഴേക്കടയിലുള്ള പ്രവർത്തകർ അത് എത്ര തന്നെ വേണ്ടെന്ന് വെച്ചാലും ലീഡർ പിന്നെ എന്താ പറയാ, നേതാക്കളുടെ ഭാഗത്തിൽ നിന്ന് ആ ഒരു ഗ്രൂപ്പിസത്തിനെ അവർ കളയാൻ അവര് തയ്യാറല്ല എന്നുള്ളത് ഈ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം, അതിപ്പോ ജോർജ് സാറും അത് ചെറുതായിട്ടൊന്നത് സൂചിപ്പിച്ചായിരുന്നു, തൊട്ടും തൊടാതെയും അതൊന്ന് സാറൊന്ന് സൂചിപ്പിച്ചായിരുന്നു. അത് നമുക്ക് ശരിക്കും ആൾക്കാർക്കൊക്കെ അത് വളരെ കൃത്യമായിട്ട് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇപ്പൊ പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ ഗവൺമെന്റ് പ്ലീഡറുടെ വിഷയത്തിലായാലും ഏതൊരു സർക്കാരിന്റെ ഏതൊരു വിഷയം വന്നാലും അത് രണ്ട് തട്ടിലേക്ക് കോൺഗ്രസ് മാറുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രതിച്ഛായയും കോൺഗ്രസിന്റെ സർക്കാരിന്റെ UDFന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ കോൺഗ്രസിന്റെ സർക്കാർ UDFന്റെ സർക്കാർ ചെയ്യുന്നത് എല്ലാം തന്നെ ശരിയായ രീതി എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനത് തീരുമാനം എടുത്തിട്ടല്ല. പക്ഷെ ഞാൻ അതൊരു ഗ്രൂപ്പിസം തിരിച്ചു വരാതിരിക്കാനും, അല്ലെങ്കിൽ ഇതിനെ ഒരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ തന്നെ രണ്ട് പക്ഷമായി തീർന്നുകൊണ്ട് പ്രതിപക്ഷം ചെയ്യേണ്ട ജോലി ഇവർ തന്നെ ചെയ്ത് അത് ജനങ്ങളുടെ മുന്നിൽ വീണ്ടും ഒരു 5 വർഷം കഴിയുമ്പോഴത്തേനും വീണ്ടും ഇവർക്ക് വരാതെ വേറെ പാർട്ടിക്കാർക്ക് വരാനുള്ള സാഹചര്യം ഇവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അപ്പൊ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവർക്കിപ്പോ അലോഷ്യസിന് പറയാനുള്ള കാര്യങ്ങൾ ഉള്ളിൽ പറയുക. അതിപ്പോ സാറ് പറഞ്ഞു ജനാധിപത്യപരമായിട്ട് നമുക്ക് വെളിയിൽ പറയാനുള്ളതാണ്. ഓക്കെ, പറയാനുള്ളതാണ് തന്നെയാണ്, നമുക്ക് പറയാം. പക്ഷെ അത് എവിടെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് KSUക്കാരാണ്. അത് അലോഷ്യസിന് പറയേണ്ട സമയത്ത് പറയാമായിരുന്നു. അതിപ്പോ പത്രക്കാരെ വിളിച്ചു കൂട്ടി ഉടനെ തന്നെ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു അലോഷ്യസിന്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ നമ്മളിപ്പോ നമ്മുടെ K ബാബു പറഞ്ഞു, പിന്നെ ഒരു യുവ നേതാവാണ് റെക്കമെൻഡേഷനിലാണ് ജിയോണയുടെ പേര് വന്നതെന്ന് പറഞ്ഞു. ആ യുവ നേതാവിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പത്രക്കാർ ചോദിച്ചു അത് ഷാഫി പറമ്പിലാണോ എന്ന് ചോദിച്ചപ്പോ അല്ല, ഷാഫി അല്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ താനേ വന്നു ഡീൻ കുര്യാക്കോസിന് പറയേണ്ടി വന്നു, ഞാനാണ്, എന്റെ റെക്കമെൻഡേഷനിലാണ് വന്നതെന്നുള്ളത്. ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ. അപ്പൊ ഡീനിന് എന്താ ബോധമില്ലായിരുന്നോ? ഡീനിനെ അറിയാവുന്നതായിരുന്നല്ലോ ഈ ജിയോണ എന്ന് പറയുന്ന വ്യക്തി. SFIയുടെ ഒരു നേതൃസ്ഥാനത്തുണ്ടായിരുന്ന, തിരുവനന്തപുരം ലോ കോളേജിലെ SFIയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ഒരു യുവ നേതാവായിരുന്നു എന്നുള്ളത് ഡീനിന് എന്താ ബോധമില്ലായിരുന്നോ? ഡീന് സ്വയം വോട്ട് നേടി ജയിച്ചതാണോ? കോൺഗ്രസ്സുകാരുടെ വോട്ട് കൊണ്ട് തന്നെയല്ലേ ഡീന് ജയിച്ചു വന്നത്. അപ്പൊ കോൺഗ്രസ്സുകാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് ഡീനിന് കൃത്യമായിട്ട് അറിയാമല്ലോ. ഡീനിനെ എല്ലാരും കണ്ടിരുന്നത് നമ്മളെല്ലാരും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു ബിംബമൊക്കെ ഉടഞ്ഞു പോകുന്ന പോലെയാണ് നമുക്കിപ്പോ കാണുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, കോൺഗ്രസിന് എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ തീർക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഈ കൈ കിട്ടുന്നവരൊക്കെയും എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്നത് പോലെ മൈക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മൈക്കെടുത്ത് അങ്ങ് പറയുക, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടുക. അതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. പറയാനുള്ളത് പറയണം തന്നെയാണ്. അത് ആവശ്യത്തിന് എവിടെയാണെന്ന് വെച്ചാൽ അത് എവിടെയാണ് എപ്പോഴാണ് പറയണം എന്നുള്ള ഒരു ചിട്ടയായ ഒരു ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാണ്ട് പോയി എന്നുള്ളതാണ് എന്റെ ഒരു വിഷമമാണ്. അത്
അല്ല, പറ്റീഷ പറഞ്ഞ പോലെ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിന്റെ ഒരു ഗ്രൂപ്പിസത്തിന്റെ ഒന്നും ഒരു പ്രശ്നം കൊണ്ടല്ല. കാരണം കോൺഗ്രസിൽ വളരെ ശക്തമായ ഗ്രൂപ്പുകളുള്ളപ്പോൾ പാർട്ടി സ്ട്രോങ് ആയിട്ടുണ്ട്. ഗ്രൂപ്പിസം കോൺഗ്രസ് പാർട്ടിക്കകത്തല്ല, എല്ലാ പാർട്ടിക്കകത്തുണ്ടാവും. പക്ഷെ അത് CPM പോലെ ഒരു ഇരുമ്പ് മറയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തിൽ, ഒരു കേഡർ സിസ്റ്റത്തിൽ ഒക്കെ പോകുന്ന പാർട്ടികൾക്കകത്ത് പോലും ഗ്രൂപ്പിസവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിയെ ഇപ്പം ഈ ഗ്രൂപ്പുകളൊന്നും സജീവമല്ലാത്ത, ഒരു തുടക്കത്തിൽ തന്നെ സജീവമല്ലാത്ത കാര്യമാണ്. അതായത് വ്യക്തിപരമായ താല്പര്യങ്ങളാണ് ഈ പാർട്ടിയിൽ പല ആൾക്കാരെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പാർട്ടിക്ക് അതീതമായിട്ടുണ്ടാകുന്ന ഹിതകരമല്ലാത്ത ബന്ധങ്ങൾ അവരത് യൂസ് ചെയ്യുന്നു. അത് CPM ആണോ, അത് ഇനി RSSകാരനാണോ, ആരാന്ന് നോക്കാതെ അവരുടെ ആൾക്കാരെ തിരികെ കയറ്റുന്നതാണ്. പാർട്ടിക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന നേതൃത്വം വരാതെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഇതുവരെ ഉണ്ടായത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ആര് XY ചെയ്ത് എല്ലാവരും അവരുടേതായ രീതിയിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭരണം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇതെല്ലാം ഞങ്ങളുടെ മാത്രം കുറച്ച് ആൾക്കാരുടെ ഒരു കഴിവ് കൊണ്ടും ഞങ്ങളുടെ കുറച്ച് ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ടും മാത്രമാണ് ഈ ഭരണം കിട്ടിയതെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പൊതുവെ. ഇത് മുൻകാലങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇനിയും മുന്നോട്ടുള്ള കാലങ്ങളിൽ അങ്ങനെ പാർട്ടിക്ക് മുന്നോട്ട് നടന്നു പോകാൻ പറ്റിയല്ല. പക്ഷെ നല്ല ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 102 പേര് ജയിച്ചു വന്നിട്ടുള്ള ആൾക്കാരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ കഴിവും ഒക്കെ നമ്മളൊന്ന് എടുത്ത് അനാലിസിസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റുള്ള നിയമസഭകളിൽ, ഇന്ത്യയിലെ മറ്റുള്ള നിയമസഭകളിലെ വെച്ചിട്ട് എത്രയോ കഴിവുള്ള, അതെനിക്ക് തോന്നുന്നു 60-70% ആൾക്കാർ നിയമബിരുദധാരികളാണെന്ന് തോന്നുന്നു. അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. കാരണം ഇതൊന്നും സാധാരണ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലുള്ള പോലെ കോപ്പി അടിച്ചോ ഒന്നും പഠിച്ചു വരുന്നല്ല. നല്ല അക്കാഡമിക് ഉള്ള ആൾക്കാർ തന്നെയാണ് ഇതിലുള്ളത്. ആ ഒരു ഔന്നത്യം നമ്മുടെ സർക്കാരിന് ഉണ്ടാകേണ്ടതാണ്. UDF ജനങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. ജോർജ് സാറ് എന്താണ് മുമ്പേ പറഞ്ഞതിൽ നിന്നും കണ്ടിന്യൂ ചെയ്യാനുള്ളത്? അത് തീർച്ചയാണ്. പക്ഷെ ഇന്നത്തെ അലോഷ്യസിന്റെ പത്ര സമ്മേളനം കഴിഞ്ഞുള്ള വളരെ പക്വതമായ ഒരു മറുപടിയാണ് അലോഷ്യസ് കൊടുത്തത്. മുഖ്യമന്ത്രിയെ കണ്ടു, ഞങ്ങൾ ധരിപ്പിച്ചു, സർക്കാരിൻ്റെ കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പക്വമായ മറുപടിയാണ് അലോഷ്യസ് ഇന്ന് കൊടുത്തത്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ കണ്ട നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആദ്യത്തെ ഒരു മാസമോ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ എന്തുകൊണ്ടോ VD സതീശൻ, അത് നമ്മുടെ ആ സത്യപ്രതിജ്ഞയിൽ തന്നെ തുടങ്ങി. VD സതീശൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, അല്ല എൻ്റെ അപ്പൻ്റെ പേര് പറയണമെന്ന് പറയാനുള്ളൊരു മോഹം അവിടെ വന്നത് മുതൽ എനിക്ക് നമ്മൾ പറയുന്നതും നമ്മുടെ പ്രവൃത്തിയും ഒന്നായിരിക്കണം. നമ്മൾ ജാതി വിദ്വേഷങ്ങളും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ, അപ്പോൾ അവിടെ മുതൽ ഒരു ചെറിയ വശകുശപ്പ് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും അങ്ങനെയുള്ള പാകപ്പിഴകൾ വരാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. അത് VD സതീശനെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ജെൻസൺ മോൻ പറഞ്ഞതിൻ്റെ കൂട്ട്, ആരെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനെ അങ്ങ് തള്ളിക്കളയുന്ന പോലെ ഉള്ള ആ മറുപടി അത്ര അനുഭാദ്യമല്ല. നമ്മൾ പ്രത്യേകിച്ചൊരു കോൺഗ്രസ് മിനിസ്ട്രി ഉള്ള തരത്തിൽ. പിന്നെ ഇതിൻ്റെ പ്രശ്നം, ഈ 5 ലക്ഷം കോടി രൂപ എങ്ങനെ നികത്തിക്കൊണ്ട് വരും, അതിന് ഒരു സോഴ്സ് ജിൻസ്മോനെ ഒന്ന് പറയാൻ പറ്റുമോ? അമൂർത്തമായിട്ടുള്ള ഒരു ബഡ്ജറ്റ്, അതായത് മുൻ സർക്കാർ ഒരു അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഇവര് ഒരു കറക്റ്റ് ചെയ്തൊരു വൈറ്റ് പേപ്പർ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. അതായത് ഒരു ശരിക്കും പുതിയൊരു സർക്കാരിന്റെ എല്ലാ നയപരിപാടികളും അതിൻ്റെ അകത്ത് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഇപ്പൊ സാറാ ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 5 ലക്ഷം കോടി കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 5 ലക്ഷം കോടിയും നേരെ എടുത്ത് വീട്ടുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ നയമല്ല. സർക്കാരുകൾ വരും പോകും. പക്ഷേ ഈ ഇടതുപക്ഷ സർക്കാർ പൊതുവെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉള്ള നാടുകളിൽ കാണാം. ഇപ്പം നമ്മുടെ മുന്നിലുള്ള കുറെ, ഇപ്പൊ വെനിസ്വല ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉത്തര കൊറിയ ഉണ്ട്, ഇപ്പൊ ചൈനയൊക്കെ അമേരിക്കക്കാളും വലിയ മുതലാളിത്ത രാജ്യമാണ്. റഷ്യ എന്നൊരു മുതലാളിത്ത രാജ്യമാണ്. അപ്പം അവിടെയൊന്നും നമുക്ക് കമ്മ്യൂണിസം ഒരു മോഡലാന്ന് പറയാൻ പറ്റില്ല. അവരുടെയൊക്കെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കടമെടുത്ത് കുറെ ആൾക്കാർ നല്ല രീതിയിൽ സൂചിച്ച്, പാർട്ടിയുടെ നേതാക്കന്മാരും ഉന്നത ശ്രേണിയിലുള്ള കുറെ ആൾക്കാരും ഈ പാവങ്ങളെ പറഞ്ഞ് പറ്റിച്ച് സുഖകരമായി ജീവിച്ചു. അപ്പൊ ഇവരെടുത്ത കടം, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ 1,60,000 കോടി രൂപയുണ്ടായിരുന്ന കടമാണ് അതിന്റെ 5.5 ലക്ഷത്തിലേക്ക്, അതിന്റെ 2 ഇരട്ടി കടം ഈ വഴി. പിന്നെയും കടമെടുക്കാനായിട്ട്, അതായത് ഇപ്പൊ നമുക്കറിയാലോ, നമ്മളൊരു സാധാരണ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരാള് വ്യക്തി അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കടത്തിന്റെ പരിധി, നമുക്ക് റീപേ ചെയ്യാൻ പറ്റുന്ന കടത്തിന്റെ പരിധി, ആ കടം മാനേജ് ചെയ്യാൻ പറ്റുന്ന പരിപാടി, കടമെടുക്കാതെ
അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കാതെ നമുക്ക് ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഗവൺമെന്റിന്റെ കടം അടച്ചു തീർക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംവിധാനം തന്നെ, അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ല. അത് നേരായ ഒരു ധനതത്വ ശാസ്ത്രമാണെന്ന് തോന്നുന്നേയില്ല. അങ്ങനെ ഒരു ആവശ്യമില്ല. പക്ഷേ ആ ഒരു റേഞ്ച്, ആ ഒരു റേഷ്യോ, ഇപ്പം ട്രംപ് ആസ് എ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അമേരിക്കയുടെ ഉള്ള $28 ട്രില്യൺ കടം, 26 ട്രില്യൺ കടം എങ്ങനെ കുറച്ച് പുള്ളിയുടെ രീതിയിൽ അതിങ്ങനെ കാലാകാലങ്ങളാകുമ്പോൾ അമേരിക്കയുടെ ഒരു ഫെഡറൽ റിസർവ് എന്നൊക്കെ പറഞ്ഞ പോലെ അമേരിക്കക്ക് കാശ് ആവശ്യം വരുമ്പോൾ പ്രിന്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പോലെ, അപ്പൊ ആ ഒരു റിസർവ്, ആ കടം കാലാകാലങ്ങളായി കൊണ്ടുകൊണ്ടിരിക്കണം. ട്രംപിന്റെ ഭരണം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ആ കടത്തിൽ കുറച്ച് ഒന്ന് വീട്ടിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ കടം കൂട്ടാതെ മുന്നോട്ട് പോകണം എന്നുള്ള അതുകൊണ്ടാണ്. ഇപ്പൊ കാനഡയിൽ കാട്ടുതീ വന്നപ്പോൾ അവരോടും ബില്യൺസ് പുള്ളി ചോദിച്ചു, ഞങ്ങൾക്ക് കാശ് തന്നെ, കാരണം നിങ്ങളവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ലോങ് ഐലൻഡിലൊക്കെ 2 ദിവസത്തേക്ക് ഭയങ്കര സ്മോക്കി ഇതായിരുന്നു, കാരണം എയർ ക്വാളിറ്റി വളരെ മോശമായിരുന്നു. അപ്പൊ അത് ആ രീതിയിൽ, അപ്പം ആരോടാണെങ്കിലും നമുക്കുണ്ടാകുന്ന ധനനഷ്ടത്തിന് കാശ് ചോദിക്കുക എന്നുള്ളത്, ആ കാശ് ചോദിക്കുക എന്ന് വെച്ചാൽ കടം വീട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഈ സർക്കാർ എടുക്കേണ്ടത് ഇതിനെ വളരെ ഒരു ബാലൻസ് ഷീറ്റിൽ കൊണ്ടുപോവുക. അതായത് 5 ലക്ഷം കടം തീർക്കുക. ഇനിയിപ്പോൾ ഒരു 5 വർഷം കൊണ്ട് ഈ 5 ലക്ഷം കൂട്ടാതെ വരുമാന മാർഗം കൂട്ടുകയും, അതായത് നമ്മുടെ സമൂഹത്തിന് ഉന്നതിയിലേക്ക് വരാനായിട്ടുള്ള, അതായത് ഈ ശരിക്കും താഴേക്കടയിൽ കിടക്കുന്ന, അതായത് പിന്നെ പോവർട്ടി ലൈനിന് താഴെ കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പം പിണറായി വിജയൻ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞ പോലെ പാവപ്പെട്ടവരില്ലാത്ത കേരളത്തിൽ അവരെ കണ്ടെത്തി, ആ പാവങ്ങളെ കണ്ടെത്തി അവരെയും കൂടെ ഒരു അപ്സ്കെയിൽ ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരണം. ഇപ്പൊ ഈ തീരദേശ ആ പ്രോജക്റ്റ് നല്ലൊരു ഐഡിയ ആണ്, നല്ലൊരു സ്വപ്നമാണ്. അങ്ങനെയുള്ള ആശയങ്ങൾ ഇപ്പൊ AI വന്നു കഴിഞ്ഞപ്പോൾ ജോലി നഷ്ടപ്പെടുന്ന സംവിധാനങ്ങളിൽ, കേരളത്തിൽ തന്നെയുള്ള പല സംവിധാനങ്ങളിലും ഇപ്പൊ ഒത്തിരി ജോലി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പല വിഭാഗങ്ങളിൽ ഇനി ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ അടുത്ത 10 വർഷത്തേക്ക് 15 വർഷത്തേക്ക് കണ്ടെത്തി നമുക്ക് നടക്കാൻ പറ്റുന്ന ടൂറിസം, അതുപോലെ എഡ്യൂക്കേഷൻ, ഗ്ലോബൽ എഡ്യൂക്കേഷന്റെ ഹബ്ബായിട്ട് നമുക്ക് കേരളത്തെ മാറ്റാൻ പറ്റും. കാരണം അറിവും വിദ്യാഭ്യാസം, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ശക്തമാണ്. അപ്പൊ നമുക്ക് ഇത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നായിക്കോട്ടെ, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ, നമ്മുടെ ബാംഗ്ലൂരൊക്കെ പണ്ട് തൊട്ടേ ഞങ്ങളുടെയൊക്കെ കാലം തൊട്ട് തന്നെ 30-40 വർഷം മുമ്പൊക്കെ ആൾക്കാർ വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അവർ സ്പെൻഡ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ്. അങ്ങനെ ആ ഇൻകം കുറച്ചുകൂടെ കൂട്ടാനുള്ള, അതായത് നമ്മുടെ കേരളത്തിന്റെ തനതായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ധനം ആർജിക്കാനുള്ള സംവിധാനങ്ങളെ കുറിച്ച് ഈ സർക്കാർ ചിന്തിക്കുമ്പോൾ ഈ കടമൊന്നും വരില്ല. അതുകൊണ്ട് ആ കടമുണ്ടെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഭരിക്കാൻ കഴിവില്ലാത്ത മന്ത്രിമാരാണൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ വകുപ്പ് ഒരിക്കലും ഭരിക്കാൻ പറ്റിയല്ല. നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള, നല്ല നോളജ് ഉള്ള മന്ത്രിമാരാണെങ്കിൽ അവരുടെ വകുപ്പ് നല്ല വൃത്തിയായിട്ട് ഭരിക്കാൻ പറ്റും. ഈ പവർ കട്ടിനും ആ രീതിയിൽ ന്യായീകരിക്കാൻ പറ്റിയല്ല. കാരണം കഴിഞ്ഞ 5 വർഷം ഇല്ലാതിരുന്ന ഒരു സാധനം അത് 1 മാസം കൊണ്ട് ആ പവർ കട്ട് സാധാരണ ജനങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് കഴിവുകേട് തന്നെയാണ്. അത് പരിഹരിക്കാനുള്ള ആ ലീഡർഷിപ്പ് അല്ലെ ആ നേതൃത്വത്തിന് എവിടെയോ ആ വകുപ്പിന് സംഭവിച്ചിട്ട് അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയില്ല. അത് തന്നെയാണ് അതിന്റെ ഒരു കാര്യം. നമുക്ക് അടുത്ത ഒരു റൗണ്ട് പരീക്ഷയോട് കൂടി തന്നെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. പരീക്ഷയാണ് അതിന്റെ ഫൈനൽ വേർഡ് പറയേണ്ടത്. ഒരു മിനിറ്റ്. പരമാവധി ഈ സർക്കാരിനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. ന്യായീകരണം കൊണ്ട് ഒരു സംവിധാനവും നന്നാകാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാരുകൾ നന്നാകാൻ പോകുന്നില്ല. ഒരു കാര്യം മാത്രം എനിക്ക് പറയുന്നത്, നമ്മൾ തന്നെ ഇവിടെ സഹകരണ ബാങ്ക് നടത്തിയ കോടികളുടെ തട്ടിപ്പ്, അതിനെപ്പറ്റി ഈ പുതിയ സർക്കാർ ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. സത്യത്തിൽ ഇതൊരു വലിയ കൊള്ളയാണ്. ഒരു 10,000 കോടി രൂപയുടെ കൊള്ള ഈ സർക്കാർ നടത്തിയിട്ടുണ്ട്. സഹകരണ ബാങ്കിലൂടെ കൊടുത്തിട്ട് ഇവർക്കത് വീതിച്ചെടുക്കുന്ന ഒരു സംവിധാനം. നമുക്കൊരു 26 സഹകരണ ബാങ്ക് കൊള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 300 മുതൽ അതിൽ 100, 50 അങ്ങനെ പലതരത്തിലുള്ള. അപ്പം അതിനെപ്പറ്റി ഒരു ചർച്ചയോ ഒരു കേസുകളോ ഏതോ 1-2 സഹകരണ ബാങ്കിൻ്റെ മാത്രമേ ഇപ്പം നടക്കുന്നുള്ളൂ. അവിടെ മാത്രം തന്നെ ക്രോഡീകരിച്ചാൽ ഒരു 10,000-3000 കോടി റിക്കവർ ചെയ്യാനുള്ള ഒരു സംവിധാനം, അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നടന്നിരിക്കുന്ന തട്ടിപ്പുകളാണ്. അതെങ്കിലും ഒന്ന് റിവൈവ് ചെയ്ത് റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു വളരെ സാറ് പറഞ്ഞ ഒരു പോയിന്റ്, സഹകരണ മേഖലയിലെ 5,000 കോടി രൂപയുടെ കളവ് മാത്രമല്ല, അതായത് കടലിലെ ആഴക്കടൽ വരെയും വിറ്റ് കാശാക്കാൻ പറ്റുന്ന സംവിധാനത്തെ കുറിച്ച് ചിന്തിച്ച ഒരു 2 വർഷം എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ കക്കാമെന്ന് വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് റിസർച്ച് ചെയ്ത ഒരു സർക്കാരായിരുന്നു 2 വർഷം ഉണ്ടായിരുന്നത്. അവര് വരുത്തിവെച്ച ആ കേട് മാറ്റേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. അവിടെ ഈ സമരസപ്പെടലിന്റെയും അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും അടിയൊഴുക്കിന്റെയും അന്തർധാരകളൊക്കെ വളരെ സജീവമായിട്ട് പോകുന്നെന്ന് പൊതുജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ
ഭരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാർ കാണിക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നു തൊട്ട് നമ്മുടെ അയൽപ്പക്കത്തുള്ള പിന്നെ തമിഴ്നാട് ഗവൺമെന്റിന്റെ വിജയ് സർക്കാരിന്റെ ഒന്ന് നമുക്ക് നോക്കണം. ഇപ്പൊ ഇന്നലത്തെ ഒരു വാർത്തയിൽ നമ്മൾ കണ്ടു, TVKയുടെ ഒരു ലീഡർ, അതായത് കൈക്കൂലി വാങ്ങുന്ന ആരായാലും അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുക, പിരിച്ചുവിടുക, അങ്ങനെയുള്ള രീതികളാണ് അവിടെ നടക്കുന്നത്. TVKയുടെ ഒരു നേതാവ് കൈക്കൂലി വാങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കുകയും അങ്ങനെയുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയുണ്ടായി. ഞാൻ പറയുന്നത് ഈ പദവികളിൽ നിന്ന് നീക്കുന്നതിന് അതും വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം. പക്ഷെ അതുപോലെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള ചങ്കൂറ്റമുള്ള നേതാക്കൾ നമ്മൾക്കും കേരളത്തിലും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ജിൻസ് പറഞ്ഞതുപോലെ അതാത് വകുപ്പുകളിലെ മന്ത്രിമാർക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ വകുപ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഏതോ ഒരു മന്ത്രിയുടെ ഒരു മെസ്സേജ്, അതായത് ഒരു കമന്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടു, നമുക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ, നമ്മുടെ സ്ഥാനത്തിനും വ്യതിചലനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. അതിപ്പോ ഇനി ഏത് വകുപ്പാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ആൾക്കാർക്ക് സ്വയം തന്നെ മനസ്സിലാകുമായിരിക്കും. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം. എനിക്ക് തോന്നുന്നു 70% ഓഫ് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി, കേരളത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ 70% തെർമൽ ഇലക്ട്രിസിറ്റി നമ്മൾ വെളിയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇത് മുമ്പുള്ള സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ വാങ്ങിയിരുന്ന വിലയുടെ ആ ഒരു കരാറ് അത് നിർത്തലാക്കിയിട്ട് അതിനെ ലംഘിച്ചുകൊണ്ട് പുതിയൊരു കരാറ് ഉണ്ടാക്കി അത് എത്രയോ വില കൂട്ടി മേടിച്ചിട്ടാണ് അവർ ആ കരാറിലേക്ക് ഒപ്പിടുകയും അതെല്ലാം ഇതിനു വേണ്ടിയിട്ടായിരുന്നു. എന്തിനാണ് വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് ഇനിയിപ്പോ ജിൻസ് പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ ഇനി നികത്താനും ഇതൊക്കെ എങ്ങനെയാ ഇതിനെയൊക്കെ എങ്ങനെയാ ഒന്ന് കൺട്രോൾ ചെയ്ത് ഇതൊക്കെ എല്ലാം ശരിയാക്കാനൊക്കെയാണ് കോൺഗ്രസിന്റെ സർക്കാർ അല്ലെങ്കിൽ UDFന്റെ സർക്കാർ വന്നതെന്ന് പറഞ്ഞാൽ അതിന് സമയമെടുക്കുന്നേ. അപ്പൊ നമുക്കും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അല്ല, എന്നാലും ഞാൻ അത് പറഞ്ഞു തീർക്കട്ടെ. എന്നാലും ഞാനും ഈ പവർ കട്ടിനൊന്നും അതിനോടൊന്നും യോജിക്കുന്ന ഒരാളല്ല. എന്നാലും ഞാൻ പറയുന്നു, ഗിവ് ദം സം ടൈം, അവർക്ക് സമയം കൊടുക്കുക. പക്ഷേ ഈ ഉൾപോര്, ഈ ഉൾപാർട്ടി, ഈ ഗ്രൂപ്പിസം, ഇതിനൊക്കെ കുറച്ച് ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ പ്രതിപക്ഷമാകാതെ പ്രതിപക്ഷത്തിന് അവർക്ക് ചെയ്യേണ്ട ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക. അവർ ചെയ്യട്ടെ. അവരെ നിങ്ങൾ എതിർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഗവൺമെന്റ് 5 വർഷമല്ല അടുത്തൊരു 15 വർഷം ഭരിക്കാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. വളരെ അവധാനതയോടുകൂടി ഈ സർക്കാരിനെ മുന്നോട്ട് ഭരിക്കാനുള്ള ഒരു സമയം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നന്ദി, നമസ്കാരം. ഒരു പ്രവാസിയാണോ? നാട്ടിലെ കാര്യങ്ങളോട് പ്രയാസപ്പെടുന്നുണ്ടോ? വിഷമിക്കണ്ട. ഒരു പ്രവാസിയുടെ നാട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാംസി ചെയ്തു തരും. കാർ റെന്റൽ, ഡ്രൈവർ അസിസ്റ്റൻസ്, എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, എയർ ടിക്കറ്റിംഗ്, വിസ അസിസ്റ്റൻസ്, നോട്ടറി അറ്റസ്റ്റേഷൻ, ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് ആപ്ലിക്കേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ, പ്രോപ്പർട്ടി ടാക്സ് പേയ്മെന്റ്, ബേസിക് ലാൻഡ് ടാക്സ് പേയ്മെന്റ്, പ്രോപ്പർട്ടി ഫെൻസിംഗ്, പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ്, ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, മണി ട്രാൻസ്ഫറിംഗ്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം. നിങ്ങളുടെ ആവശ്യം അതെന്തുമാകട്ടെ, ഞങ്ങളുടെ 24x7 കസ്റ്റമർ കെയറിൽ വിളിക്കുക. samsi360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ.